അതിപരിശുദ്ധ നാമം ഈ രാത്രി ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ സച്ചിൻ ഭാഷ കുടുംബം, ബഹുമാനരായിട്ടുള്ള എല്ലാ പ്രിയ ദൈവദാസന്മാർ, കുടുംബങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളാണ് ചിന്തിച്ചത്. സ്തോത്രം. യഹൂദനും സുവിശേഷം എന്നുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് ഷെയർ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗം എന്ന് പറയുന്നത് 2 ഭാഗങ്ങളാണ്. 1 മുതൽ 5 വരെയുള്ള ഇസ്രായേലിനെ കുറിച്ചുള്ള പൗലോസിന്റെ സങ്കടം, പോൾസ് ഗ്രീഫ് അബൌട്ട് ഇസ്രായേൽ, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് നമ്മൾ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ, ഇസ്രായേലിനോടുള്ള വാഗ്ദാനങ്ങൾ ഒരിക്കലും വൃഥാവാകുകയില്ല, ഗോഡ്സ് പ്രോമിസസ് ടു ബി ഇസ്രായേൽ വിൽ നോട്ട് ബി ഇൻ വെയിൻ എന്നുള്ള ഒരു 2 ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. എന്നാൽ ഈ ആഴ്ച നമ്മൾ ചിന്തിക്കുന്ന 3 ഭാഗങ്ങൾ ചിന്തിപ്പാൻ കർത്താവിൽ സ്വർണം പ്രാപിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഏറ്റവും സുവിശേഷത്തിൽ ഏറ്റവും വളരെ യോഹന്നാന്റെ സുവിശേഷവും അതിനുശേഷം ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റോമാലേഖനം. അത് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം ആമുഖമായിട്ട് ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന 3 ഭാഗങ്ങളാണ്. ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റിസ്. ദൈവം ഒരിക്കലും ന്യായരഹിതനല്ല, ദൈവം നീതിമാനായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഗോഡ് ഈസ് സോവറൻ, ദൈവം പരമാധികാരിയാണ്. 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. പിന്നെ ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. നമ്മൾ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവം ന്യായരഹിതനാണോ അല്ലെങ്കിൽ നീതിമാനല്ലയോ എന്നൊരു ചോദ്യം പൗലോസ് ഇവിടെ ഉയർത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഭാഗങ്ങളൊക്കെ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ 2 വ്യക്തികൾ, ഇസ്ഹാക്കിനെയും അതുപോലെ ഇഷ്മായേലിനെ കുറിച്ച് ചിന്തിച്ചു. അതുപോലെ യേശാവിനെയും യാക്കോബിനെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവം നീതിമാനാണോ അല്ലയോ, എന്തുകൊണ്ട് യാക്കോബിനെ സ്നേഹിച്ചു യേശാവിനെ ദേഷിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിലൊക്കെ നമ്മളതിനെ വിശദമായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പൂർണ്ണ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പറയുന്ന പ്രവൃത്തികൾ നിമിത്തമല്ല എന്ന് ഈ ഭാഗം ഒന്നുകൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർപ്പിക്കുവാനിടയായി. ഒരിക്കലും യാക്കോബിൻ്റെയും യേശാവിൻ്റെയും പ്രവൃത്തികൾ രണ്ടും കമ്പയർ ചെയ്താൽ അതിനകത്ത് യാക്കോബ് യേശാവിനേക്കാൾ ഒട്ടും മെച്ചമായിരുന്നില്ല. ഉപായിയായിരുന്നു, കൗശലക്കാരനായിരുന്നു, യേശാവിനെ പറ്റിക്കുകയായിരുന്നു വാസ്തവത്തിൽ യാക്കോബ് ചെയ്ത പ്രവൃത്തികൾ കൊണ്ടല്ല ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് നമ്മൾ ആ ഭാഗത്തൂടെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ട് യേശാവിനെ ദേഷിച്ചു എന്ന് നമ്മൾ ഒരു ജനറലായിട്ട് ഒരു വ്യക്തിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രീ പ്ലാനിൽ നമ്മളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ദൈവം നമ്മളെ ആ ഒരു ഭാഗമാണ് റോമാലേഖനം ഏറ്റവും വളരെ നമ്മളെ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ഭാഗം ദൈവത്തിൻ്റെ മുന്നറിവിനെ കുറിച്ചുള്ളതാണ്. ദൈവം ഫോർ നോളജ്, ദൈവത്തിൻ്റെ മുന്നറിവിൽ ഓരോ മനുഷ്യൻ്റെയും ടൈം ലൈൻ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവമാണ്. അവൻ ആരാണ്, എങ്ങനെയാണ്, അവൻ്റെ ജീവിതം എങ്ങനെയാണ്, അവൻ ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എന്താണ്, അവൻ ദൈവമായിട്ടുള്ള വിശ്വാസം എന്തായിരിക്കും, അവൻ ഏത് സമയം കർത്താവിങ്കിലേക്ക് വരും എന്നുള്ള എല്ലാ കാര്യങ്ങളും, ജനനം മുതൽ മരണം വരെയുള്ള എല്ലാവിധ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവം എന്നുള്ള കാര്യം കൂടെ ഇന്ന് രാത്രി ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. ആ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ദൈവം നീതിമാനാണോ അല്ലയോ എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു അവിശ്വാസി ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം എന്നുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തുറമാനമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും, നാം എന്താണ് ഇനി പറയാനുള്ളത്, ആകയാൽ നാം എന്തു പറയണ്ടോ, ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ എന്ന് പൗലോസ് തന്നെ ചോദിച്ചിട്ട് പൗലോസ് തന്നെ ഉത്തരം പറയുകയാണ്, ഒരു നാളുമില്ല എന്ന് പറയുകയാണ്.
ഒരിക്കലും, മേ നെവർ ബി, ഒരിക്കലും ദൈവം അനീതി ഉള്ള ദൈവമല്ല. ദൈവം നീതിമാനാണ്. അത് ഓരോ ഭാഗങ്ങളായിട്ട് പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലോട് വരുമ്പോൾ, പുറപ്പാട് ദിവസം 33-19 ദൈവം മോശയുമായിട്ട് വരുന്നൊരു എൻകൗണ്ടറിലാണ് പറയുന്ന ഒരു ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ മോശ തൻ്റെ വാഗ്ദത്തദേശത്തേക്ക് ദൈവം അയക്കുന്ന ആ സമയത്ത് മോശ പറയുന്നു, തിരുസാന്നിധ്യം എന്നോട് പോരുന്നെങ്കിൽ നീ എന്നോട് എന്നെ അയക്കരുത് എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മോശയോട് പറയുന്ന ഒരു ഭാഗമാണ് 15-ാമത്തെ വാക്യം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളതുകൊണ്ട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളതുകൊണ്ട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഈ കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് പിടിച്ച് മേടിക്കുന്ന ഒന്നല്ല. ദൈവത്തിൻ്റെ മേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് അല്ല. ദൈവം ദൈവം കരുണാമയനാണ്. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ദൈവം കരുണാമയനാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒത്തിരി സംശയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. മോശയോടുള്ള ഒരു ഭാഗം പൗലോസിലൂടെ കോട്ട് ചെയ്ത് പറയുകയാണ്, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ചിന്തിപ്പാനായിട്ട് കഴിയുന്ന ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു ചുങ്കക്കാരനെയും പരീശനെയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പം നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് വേഗത്തിൽ ആ ഭാഗം നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത്, പരീശൻ ചുങ്കക്കാരനോട് പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ പറയുകയാണ്, പരീശൻ അവൻ്റെ നീതിയെക്കുറിച്ച് പറയുകയാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. തൊട്ടടുത്ത് നിന്ന് ചുങ്കക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവനെപ്പോലെ ഒരു വ്യക്തിയല്ല, ഞാൻ നിന്റെ കരുണയ്ക്ക് അർഹനാണ് എന്ന് സ്വയം വാദിക്കുകയാണ്, സ്വയം ഒരു നീതീകരണം നടത്തുകയാണ്. അവിടെ പരീശൻ പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, പിന്നെ ദശാംശം കൊടുക്കുന്നു, എല്ലാത്തിലും പകാരം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇവനെപ്പോലെയല്ല, ഇവനെപ്പോലെ പിടിച്ചു പറിക്കാരനോ മറ്റ് യാതൊന്നുമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കരുണയ്ക്ക് ഞാൻ അത് ഡിസർവ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ റൈറ്റ് പേഴ്സണാണ്, നിന്റെ കരുണയ്ക്ക് അർഹനാണ് എന്ന് അവിടെ വാദിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. എന്നാൽ ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിച്ച്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ നിലവിളിക്കുകയാണ്. അവിടെ ആരാണ് നീതീകരിക്കപ്പെട്ടു പോയത് എന്ന് നമുക്കറിയാം. ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടു പോകുന്നത്. ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ കരുണാപാത്രമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് ഒരാളോട് കരുണ തോന്നിയാൽ അയാളുടെ കരുണ തോന്നും. അപ്പോൾ കരുണ തോന്നത്ത നിലവാരത്തിൽ ആ ചുങ്കക്കാരൻ അവൻ്റെ ഹൃദയത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവൻ അനുതപിച്ച് മടങ്ങി വരുന്ന ഒരു ചരിത്രമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കിയാണ്. അവൻ്റെ കഴിവുകൾ കൊണ്ട്, അവൻ ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നോക്കിയാണ്. ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് കഴിയത്തില്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ പരീശനെയും ശാസ്ത്രിയെയും കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന 21-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന കപടഭക്തിക്കാരാണ്. ഹൃദയത്തിൽ കയ്പും വിഷവും, അവരുടെ അതരങ്ങൾ വിഷമുള്ള അതരം, നാവ്, അവരെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെള്ളതേച്ച സഭക്കല്ലറകൾ എന്നാണ് അവരെ വിളിക്കുന്നത്. പൊതുവിൽ യഹൂദനായാലും ജാതികളായാലും മനുഷ്യൻ സ്വതവേ പാപജഡമാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരു പാപിയായ മനുഷ്യന് ഒരിക്കലും അവൻ അർഹിക്കുന്നത് അവൻ നിത്യമായ നരകമാണ്, ശിക്ഷാവിധിയാണ്. അവൻ എന്നേക്കുമായിട്ടൊരു പണിഷ്മെൻറ്റ് അവൻ അർഹനാണ്. അങ്ങനെ ഇരിക്കെ ദൈവത്തോട് നിലവിളിച്ചു ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹനായി മാറി. മോശ ദൈവത്തോട് അവിടെ നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. മോശയുടെ
കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ മോശ ഒരിക്കലും പറയുന്നില്ല ഞാൻ ലേവി ഗോത്രത്തിലെ വിഭാഗമാണെന്നോ, ഞാൻ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ പെട്ടതാണെന്നോ, ഞാൻ അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് നിന്റെ കരുണ വേണമെന്നല്ല പറയുന്നത്. നിന്റെ വഴി എന്നെ അറിയിക്കണമേ, എന്നെ നിന്റെ വഴി കാണിക്കണമേ, എന്നോട് കൃപ തോന്നണമേ, നിന്റെ സാന്നിധ്യം പോരണമേ. ഇതാണ് ദൈവം നമ്മെക്കുറിച്ചും വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് ദൈവത്തിന് ഒരാളോട് കരുണ തോന്നണമെങ്കിൽ അത് കരുണ തോന്നും. അത് ആർക്കും നമുക്ക് പിടിച്ച് മേടിക്കാവുന്ന ഒന്നല്ല. അതായത് മീൻസ് നമ്മൾ അതിന് അർഹരല്ല, ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരല്ല. ദൈവം അത് തോന്നി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് എന്നാണ് ഈ ഭാഗങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഭാഗത്തിൽ ഇവിടെ ഫറവോൻ എന്ന് പറയുന്ന ഒരു ജാതീയ രാജാവിനെ പൗലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫറവോൻ്റെ ചരിത്രം നമുക്കറിയാം. അതിവിടെ പലയിടത്തും ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നു. പുറപ്പാട് ദിവസം 9-16 വാക്യം ഇവിടെ പൗലോസ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ആറാമത്തെ ബാധ അയക്കുമ്പോഴും ഫറവോൻ ഫറവോനെ അവൻ്റെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മോശയോട് നേരത്തെ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. അപ്പോൾ ദൈവത്തിന് ഒരാളെ കഠിനമാക്കുകയും അത് അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവൻ കരുണ തോന്നുന്നു, അവന് തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. അപ്പോൾ ഇവിടൊക്കെ നമുക്ക് ഒരു ഒരു ചോദ്യം ഉയർത്താവുന്ന അടുത്ത വാക്യത്തിൽ ആ ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മൾ പണ്ടൊരു അവിശ്വാസിയായ വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമാണ്, ദൈവം ഞങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്, ഇങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ, ഇങ്ങനെയാണ്, അത് ഞാനല്ല ഉത്തരവാദി, ദൈവമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തതിൻ്റെ ഉത്തരവാദി ഈ ദൈവമാണെന്ന് ദൈവത്തെ ബ്ലെയിം ചെയ്യുകയാണ്. എന്നാൽ റോമാലേഖനം ഇത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഏതു മനുഷ്യനോടും നമുക്ക് സംവാദിക്കുവാനായിട്ട് കഴിയും. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും കോപപാത്രമായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാൻ സകല മനുഷ്യരും കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതുകൊണ്ടാണ് തീമോത്തിയോസ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ അധികാരികൾക്കും രാജാക്കന്മാർക്കും പ്രാർത്ഥിക്കണം, നമ്മൾ സ്വസ്ഥതയും സാവധാനമുള്ളൊരു ജീവിതം ഇവിടെ കഴിക്കണം, അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു, സകല മനുഷ്യരും രക്ഷയിലെത്തി ആഗ്രഹിക്കുന്നു. പറഞ്ഞാൽ സകല മനുഷ്യരും എന്നുള്ള ആ ഒരു വാക്കിൽ യഹൂദനെന്നോ യവനനെന്നോ അതിനകത്തൊരു ജാതിയോ മതമോ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ശിക്ഷയ്ക്ക് അർഹരായിട്ട് നിൽക്കുന്ന സകല മനുഷ്യനും ദൈവത്തിൻ്റെ കരുണാപാത്രങ്ങളായി തീരുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്. ഇവിടെ ഫറവോനെക്കുറിച്ച് എന്തുകൊണ്ട് ഫറവോൻ്റെ ഹൃദയം കഠിനമായി? ഫറവോൻ ആരാണ്? ഫറവോൻ എന്ന് പറയുന്നത് ഒരു ദുഷ്ടനായ രാജാവാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ അവരുടെ വേലയെ കഠിനമായി അവരെ ഒന്നുകൂടെ ഹാർഡാക്കി അവരെ എങ്ങനെയെങ്കിലും ആ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ ഹൃദയ കാഠിന്യമുള്ള ഒരു മനുഷ്യനാണ് ഫറവോൻ. ഫറവോൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അവൻ അവിശ്വാസിയാണ്, വിഗ്രഹ ആരാധനയോട് താല്പര്യമുള്ളവനാണ്. അവരുടേതായ അന്യദൈവങ്ങളെ ആരാധിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫറവോന്യ ജാതികൾ എന്ന് പറയുന്നത്. അപ്പം അവനെ ദൈവം ആ മനുഷ്യനെ ഒന്നുകൂടെ ഹാർഡൻ ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ കഠിനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറേ നാൾ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഒക്കെ പോകാതിരുന്നാൽ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപജടം ചീർക്കുകയും അകത്തെ മനുഷ്യൻ ബലഹീനമായി തീരുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ മരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അകത്തെ മനുഷ്യനെ സ്ട്രോങ് ആക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും ഈ പല കൂട്ടായ്മകളും പലരൊക്കെ ഒന്ന് മുടങ്ങി രണ്ട് മുടങ്ങി പലരും പിന്മാറി പോകുന്ന ചരിത്രങ്ങൾ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കഠിന ഹൃദയമുള്ള ഒരു മനുഷ്യനെ ദൈവം അവിടെ കഠിനനാക്കുന്നു. എന്തിനാണ്? ഫറവോന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തി കാണിക്കണം. അതിന് ഫറവോനെ അവിടെ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അതിനടുത്ത ഭാഗം
നമ്മൾ പറയുന്നു 19 ഈ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നത് അതിൻ്റെ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചാണ് പൗലോസ് പിന്നീട് പറയുന്നത്. ഒരു മനുഷ്യൻ പറയുകയാണ്, ഒരു മനുഷ്യൻ അതിനെ ഇവിടെ 19 ഭാഗത്ത് പറയുന്നു, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആര് അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അപ്പോൾ അവിടെ ദൈവം ഒരു മനുഷ്യന്, ഒരു ഫറവോൻ എന്ന് പറയുന്ന ഒരാളെ കഠിനപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട് അത് ദൈവത്തിൻ്റെ കുറ്റമായിട്ടാണ് ഈ മനുഷ്യൻ ഒരു 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 ചോദ്യമാണ്. ഒരു സ്വാഭാവികമായ ഒരു ചോദ്യത്തെ പൗലോസ് കൂടെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഫറവോനെ ദൈവം കഠിനനാക്കി, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പിന്നെ എന്തിനാണ് ഫറവോനെ കുറ്റപ്പെടുന്നവൻ? അവൻ മോശക്കാരനാണെന്ന് ഫറവോനെ കുറിച്ച് എങ്ങനെ പറയാം? അവൻ്റെ കുറ്റം എന്തുകൊണ്ട് അവൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നു ദൈവം? ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അങ്ങനെ അവനെ ആക്കി വെച്ചിരിക്കുന്നതല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നു. അതിന് ഉത്തരമായിട്ട് പൗലോസ് പറയുകയാണ്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറഞ്ഞ നീ ആര്? അപ്പോൾ ദൈവത്തോട് ബാക്ക് ആൻസർ ചെയ്യുവാൻ ആർക്കും കഴിവില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ദൈവത്തെ ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. നമ്മൾ സദൃശവാക്യത്തിൽ ആണെന്ന് തോന്നുന്നു വായിക്കുന്നത്, ദൈവം സകലത്തിനെയും തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ ഒരു പർപ്പസിനായിട്ടാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഫറവോൻ ഒരു കഠിന ഹൃദയനായിരുന്നു, അവൻ ദയാലുവല്ലായിരുന്നു, അവനെ ഒന്നുകൂടെ കഠിനപ്പെട്ടു. മനുഷ്യനെ ദൈവം ഫ്രീ വില്ലിലാണ് നിർത്തിയിരിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു. നമുക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണല്ലോ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ശാപവും അനുഗ്രഹവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. അവിടെ ഫ്രീ വില്ലാണ്. ഒരിക്കലും ദൈവം ഒരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ശാപത്തിൽ പോകാം, വേണമെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിൽ പോകാം. അനുഗ്രഹം ഉദ്ദേശിക്കുന്ന അവിടെ എല്ലാം അവർ ഭൗതികമായ നന്മകൾ അവിടെ പറയുന്നെങ്കിലും പുതിയ നിയമ വെളിപ്പാടിൽ വരുമ്പോൾ അത് നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, നിത്യജീവനാണ്. ഈ നിത്യജീവൻ നമുക്ക് ഉള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിത്യജീവനാണ്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ശാപത്തിന് കീഴിലാകുന്നു, ശാപത്തിന് അടിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ശാപവും അനുഗ്രഹവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. മനുഷ്യൻ ഏതുകൊണ്ട് തിരഞ്ഞെടുക്കാം. എല്ലാ മനുഷ്യനും ഫ്രീ വിൽ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഫ്രീ വില്ലിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തും തിരഞ്ഞെടുപ്പാനുള്ള അധികാരം മനുഷ്യന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിക്കുവാനായിട്ട് കഴിയത്തില്ല. ഫറവോൻ ഒരു പക്ഷേ അവനൊരു വിഗ്രഹാരാധനയായിരുന്നുവെങ്കിലും അവനെ ഒരു സമയത്ത് അനുദപിച്ച് ദൈവത്തോട് അടുത്ത് അന്വേഷിച്ച് പോകാമായിരുന്നു. അവനത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ റോമാലേഖനം തുടക്കത്തിൽ പഠിച്ചപ്പോൾ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ ഞാൻ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു യഥാർത്ഥമായ ആൻസർ നമുക്ക് ഒന്നുകൂടെ കിട്ടും. ആ ഭാഗം അതിൻ്റെ മനുഷ്യകുലത്തിന് ദൈവത്തിൻ്റെ കോപം എന്തുകൊണ്ട് വെളിപ്പെട്ടു, എന്തുകൊണ്ട് മനുഷ്യൻ കോപപാത്രങ്ങളായി മാറ്റപ്പെട്ടു എന്നുള്ളത് അവിടെ എൻ്റെ 1-ാം അധ്യായം 18 മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അനീതി കൊണ്ട് വായിച്ചു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ വെളിപ്പെടുന്നു. തൻ്റെ അനീതി കൊണ്ട്, മനുഷ്യന്റെ പാപ സ്വഭാവങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ സത്യത്തെ തടുത്തു നിർത്തിയാണ് മനുഷ്യൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ, ഈ ഭാഗം ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗം ഒന്നുകൂടെ കണക്ട് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പോൾ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവാക്കിയിരുന്നു, ദൈവം അവർക്ക് ഓൾറെഡി വെളിപ്പെടുത്തി. എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തിയത്? അടുത്ത ഭാഗം, അവന്റെ നിത്യമായ ശക്തി. ഈ യൂണിവേഴ്സിനെ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഒരു മനുഷ്യൻ ഇവിടെ നിത്യമായ ഒരു ശക്തി ഉണ്ടെന്ന്. ഏതൊരു മനുഷ്യനും, ദൈവത്തിൻ്റെ ഏതൊരു സൃഷ്ടിക്കും, മനുഷ്യ സൃഷ്ടിക്ക് അവന് ചിന്തിക്കുവാനുള്ള വിവേകം ദൈവം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം, അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക്
തെളിവായിട്ട് ദൈവത്തിന്റെ സകല പ്രവൃത്തികളും വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. അവർക്ക് യാതൊരു പ്രതിവാദമില്ലായിരിക്കണ്ട. എന്നാൽ എന്താ പറ്റിയത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അടുത്ത ഭാഗം, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇവിടെ ഈ മനുഷ്യന്റെ സൃഷ്ടി മുതൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അത് ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം അവരുടെ ബുദ്ധിക്ക് വെളിപ്പെട്ടു. നിത്യമായൊരു ശക്തി ഉണ്ടെന്നും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അദൃശ്യകരമുണ്ടെന്നും ഒക്കെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും അവർ ദൈവത്തെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ദൈവം നീതിമാനാണെന്ന് പറയാനുള്ള കാരണം. നമ്മുടെ കുഴപ്പമാണിത്. നമ്മുടെ കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. എന്നാലും ഞാനൊരു മനുഷ്യനെ വെച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. മനുഷ്യൻ നരകത്തിൽ പോകുന്നതിന് ദൈവം ഉത്തരവാദിയല്ല. ദൈവം അങ്ങനെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. ഒരു മനുഷ്യനെയും ദൈവം കോപപാത്രമായി സൃഷ്ടിച്ചിട്ടില്ല. സകല മനുഷ്യനും ദൈവത്തിൻ്റെ കരുണയ്ക്കായി. കാരണം എല്ലാ മനുഷ്യനും പാപജട, ആദാമിൻ്റെ പാപം മനുഷ്യനിലൂടെ വന്നത് മൂലം ആ പാപ സ്വഭാവം എല്ലാ മനുഷ്യനിലൂടെ അത് വ്യാപരിക്കുകയും ആ മരണം വ്യാപരിച്ചു. ഇനി അവനൊരു രക്ഷയുള്ളൂ, ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തെ അന്വേഷിച്ചു പോകുക എന്നുള്ളതാണ്. നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തെ പറഞ്ഞിട്ടുണ്ടോ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഈ പിതാവ് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ഞാനിവിടെ വെച്ചിരിക്കുകയെന്ന് വയ്ക്കുക ഭിത്തിയിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത്. ഈ കാന്തത്തിൻ്റെ അടുത്ത് ഇപ്പം അതിനെ ആകർഷിക്കുന്ന ഒരു വസ്തു വന്നെങ്കിൽ മാത്രമേ അത് ആകർഷിക്കപ്പെടുകയുള്ളൂ. ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് ആകർഷിക്കത്തില്ല എന്ന്. അത് ആ അർത്ഥം കർത്താവ് പറയുന്നതിൻ്റെ ആശയം എന്താണ്? കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പിതാവിനെ അന്വേഷിച്ച് ചെന്നാൽ പിതാവിനാൽ ആകർഷിക്കപ്പെടും. അവിടെ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എന്തുകൊണ്ട് അവിടെ എഴുതപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കൊർന്നല്യോസ് എന്ന് പറയുന്ന പുറജാതിക്കാരനായ കൈസരിയിലെ ആ സെഞ്ചൂറിയനെ ദൈവം രക്ഷപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണും. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു പോയി. റോമൻ സേനയുടെ സെഞ്ചൂറിയനായിരുന്ന കൊർന്നല്യോസ് ദൈവത്തെ അന്വേഷിക്കുകയാണ്, സത്യദൈവത്തെ അന്വേഷിക്കുകയാണ്. അവൻ പ്രാർത്ഥന കഴിച്ചവനായിരുന്നു. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ് അത് പഠിക്കേണ്ടത്. പക്ഷെ അവിടെ ദൈവം പറയുകയാണ്, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുക? ദാനധർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി, ചാരിറ്റി ചെയ്യാൻ തുടങ്ങി, ഒത്തിരി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് എങ്ങനെയും ഈ ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ അടുക്കൽ എത്താം എന്നുള്ള ഒരു വലിയ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ ഞാനൊരു ഭാവന പറയുകയാണ്. കൊർന്നല്യോസിനോട് ദൈവം പറയാടാ, കൊർന്നല്യോസേ, നീ ദാനധർമ്മം ചെയ്തുകൊണ്ടൊന്നും ഇവിടെ എത്താൻ പറ്റത്തില്ല. നിന്റെ പ്രവൃത്തി മൂലം ഒന്നും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പുത്രനെ നിനക്ക് വേണ്ടി കാൽവറി യാഗമായി തന്നിരിക്കുക, സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനായി. എല്ലാ മനുഷ്യരും എൻ്റെ കരുണാപാത്രങ്ങളായി തീരണം. നീ എന്നെ അന്വേഷിക്കുന്നുള്ളത് സത്യമാണ്. ഞാൻ അതുകൊണ്ട് എന്നാൽ ഞാൻ നിന്നെ ആകർഷിക്കുക, ഞാൻ നിന്നെ പുത്രനിലേക്ക് വിടാൻ പോവുകയാണ്. അങ്ങനെയാണ് ഒരു ദൈവദാസനെ അവിടെ അയക്കുന്നു. പത്രോസിനെ അയച്ച് കൊർന്നല്യോസിനെ രക്ഷപ്പെടുത്തുകയാണ്. ദൈവത്തെ ആരും ഈവൻ സുവിശേഷം കേട്ടിട്ടില്ല എങ്കിൽ കൂടി ഒരു മനുഷ്യൻ ദൈവത്തെ വാസ്തവമായി അന്വേഷിച്ചു പോയാൽ അവൻ്റെ അടുക്കലേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവദാസന്മാരെ ദൈവം അയക്കും. പലയിടത്തും പല സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ടാണ്. ഈ കൊർന്നല്യോസിന്റെ ഉദാഹരണമാണ്. എന്തുകൊണ്ട് മനുഷ്യന് അനുതാപ ഹൃദയമില്ലാതെ കാഠിന്യപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് കഠിന ഹൃദയമുള്ളവരെ ദൈവം കഠിനനാക്കുന്നു. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദായുടെ ചരിത്രം നമുക്കറിയാം. യൂദ യേശുവിനെ ഒറ്റുകൊടുക്കാനുള്ള താല്പര്യം എന്താണ്? അവൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവൻ്റെ ദ്രവ്യാഗ്രഹമാണ്, പണം ഉണ്ടാക്കുക എന്നുള്ള അവൻ്റെ ആ ഒരു ഒളിഞ്ഞുകിടന്ന ആ ഒരു മോട്ടീവാണ് അവനെ കർത്താവ് ക്രൂസിൽ പോകും, മരിക്കും എന്നുള്ളതല്ല അവൻ്റെ വിഷയമേ അല്ല. അവന് പണം, 30 വെള്ളിക്കാശ് അത് കണ്ടപ്പോൾ അവൻ അതിനകത്ത് വീഴുകയാണ്. സ്തോത്രം.
അപ്പോൾ അങ്ങനെ യൂദായുടെ ഹൃദയം നേരത്തെ തന്നെ ഇരുണ്ട ഹൃദയമാണ്. ആ ഇരുണ്ട ഹൃദയമുള്ള ഒരു യൂദായെ ദൈവം തന്റെ മുന്നറിവിൽ കാണുകയാണ്. ദൈവത്തിന്റെ പ്രീ പ്ലാനിൽ ഒരു യൂദായെ അവിടെ ആവശ്യമുണ്ട്. കർത്താവിനെ കൊലക്കയറിലേക്ക്, കാൽവറി കൊലക്കളത്തിലേക്ക് നയിക്കണമെങ്കിൽ ഒരു വ്യക്തി അവിടെ ആവശ്യമാണ്. ആ ഒരു വ്യക്തിയെ ദൈവം അവിടെ ചൂസ് ചെയ്യുന്നു. പക്ഷേ ഈ യൂദ, നേരത്തെ യൂദായുടെ സ്വഭാവങ്ങളും ക്യാരക്ടറും എല്ലാം ദൈവത്തിന്റെ മുന്നറിവിലുള്ള കാര്യമാണ്. നമ്മളെപ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഭാഗങ്ങളൊക്കെ ഒത്തിരി വിവരിച്ചതുകൊണ്ട് ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നീ ആര്? ദൈവത്തിന് ഇഷ്ടമുള്ള കരുണ തോന്നും, ഇഷ്ടമുള്ളവരെ കഠിനനാക്കും. അതൊക്കെ ദൈവം കരുണ തോന്നുന്നതും കഠിനനാക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം എല്ലാ കാലഘട്ടത്തിലും അത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ഒരു കുശവന്റെ ഇവിടെ ഒരു 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 മെറ്റഫോർ ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്നത്, ഒരു കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിൽ അവന് ഇഷ്ടമുള്ള പാത്രങ്ങളെ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നല്ലൊരു പാത്രം ഉണ്ടാക്കി ഇത് ഷോക്കേസിൽ പൂക്കളും ഒക്കെ ഇട്ട് വെക്കാനായിട്ടും അവന് ഉപയോഗിക്കാം. എന്നാൽ വേറൊരു പാത്രം ചപ്പ് ചവറിടാനായിട്ട് ഉപയോഗിക്കാം. അത് കുശവന്റെ റൈറ്റാണ് എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ നമ്മൾ യിരെമ്യാ പ്രവാചക പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലുള്ള ബന്ധത്തിൽ അവിടെ യിരെമ്യാവ് ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ചില അരുളപ്പാടുകൾ പറയുന്നുണ്ട്. അവിടെ ഒരു കുശവന്റെ വീട്ടിൽ ചെല്ലുക, നീ അവിടെ കളിമണ്ണ് കാണും, ആ കുശവൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി പറയുന്നു. അവിടെ പറഞ്ഞിട്ട് ഈ കുശവൻ അങ്ങനെ കുശവൻ ഉണ്ടാക്കിയ കളിമണ്ണ്, കുശവൻ ആക്ച്വലി ചീത്തപാത്രമല്ല കുശവൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. കുശവൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പാത്രമായിരുന്നു, പക്ഷെ അത് ചീത്തയായിപ്പോയി. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ ഒരു ദൈവം അതിനെക്കുറിച്ച് യിരെമ്യാവിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു മെറ്റഫോർ ഉപയോഗിച്ചാണ്. അവിടെ പറയുകയാണ്, കുശവൻ ഒരു നല്ലൊരു പാത്രം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു, ആ പാത്രം ചീത്തയായിപ്പോയി. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്, പക്ഷെ അവർ ദൈവത്തോടുള്ള അനുസരണക്കേട് മൊത്തം ഒരു ചീത്തയായിപ്പോയി. എന്നിട്ട് പറയുകയാണ്, ആ ചീത്തയായ പാത്രത്തെ കുശവൻ പിന്നെയും എടുത്തിട്ട് നല്ലൊരു പാത്രമാക്കി മാറ്റുവാൻ കുശവന് കഴിയും. അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ചെയ്തത്. നമ്മൾ ചീത്തയായ പാത്രങ്ങളായിരുന്നു, നിത്യനരകത്തിന് യോഗ്യരായിരുന്ന കോപപാത്രങ്ങളായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം അപ്രകാരമായിരുന്നു. അന്യദേശത്ത് നിന്ന് ജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കോപപാത്രത്തിന് അവർ ഇരയായി മാറി. പക്ഷേ ഈ കോപപാത്രങ്ങളെ ദൈവം ദീർഘക്ഷമയോടെ സഹിച്ചു. അതുകൊണ്ട് പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയച്ചു, അവരെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. അവർ ദൈവത്തിൻ്റെ ആലോചനകളുമായിട്ട് പോയി, മടങ്ങി വരൂ, അനുദപിക്കൂ, തിരിച്ചു വരൂ, ഒക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് വെളിപ്പെടുത്തിയിട്ടും അവർ മടങ്ങി വന്നില്ല. അവർ അവിശ്വാസികളായി തുടർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ ദൈവത്തിൻ്റെ കോപപാത്രമായി മാറി. അവർ ദീർഘക്ഷമയോടെ, ആ ഭാഗങ്ങളൊക്കെ ഇവിടെ പൗലോസ് വിവരിക്കുന്നു. അപ്പോൾ നമ്മൾ യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം 18-1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ റീസ്റ്റോറേഷനെ കുറിച്ച് അവിടെ പറയുന്നത്. ചീത്തയായി പോയ ഇസ്രായേലിനെ വീണ്ടും ദൈവത്തിന് നല്ലതാക്കുവാൻ കഴിയും. ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരും, ഞാൻ നിങ്ങളെ റീസ്റ്റോർ ചെയ്യും എന്നുള്ളൊരു വാക്തത്വം അവർക്ക് കൊടുക്കുകയാണ്. ഇസ്രായേലിനുള്ള വാക്തത്വമാണ് നിന്നിൽ കൂടെ, അബ്രഹാമിൽ കൂടെ, ആ സന്തതി മുഖാന്തരം ഞാൻ നിങ്ങളെ തലമുറകളെ റീസ്റ്റോർ ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാം ഫെയ്ത്തിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഫെയ്ത്ത് അല്ലാതെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് ദൈവത്തിൻ്റെ നീതിയെ പിടിക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നു. 22, എന്നാൽ ദൈവം തൻ്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്. സ്തോത്രം. അപ്പോൾ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നൊക്കെ ഇപ്പോൾ ദൈവം ഈ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അപ്പോസ്തലന്മാർ പ്രവൃത്തികൾ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം ഒത്തിരി യഹൂദന്മാർ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ രക്ഷയിലേക്ക് വന്നതായിട്ട് നമുക്കറിയാം.
നമ്മളും പ്രിയമുള്ളവരെ ജാതികളായിരുന്നു, നമ്മളും ഈ രക്ഷയിലേക്ക് വന്നു. നമ്മൾ കോപപാത്രങ്ങളായി. ദൈവത്തെ വിശ്വസിക്കാത്ത ഏതൊരു മനുഷ്യനും കോപപാത്രങ്ങളായി മാറും. അപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി അവരുടെ വാക്തത്വ സന്തതിയായ ക്രിസ്തു ദാവീദിന്റെ തലമുറയിൽ വരികയും കർത്താവിനെ അല്ലെങ്കിൽ മശിഹായെ അവർ കൊടുത്തു അവർക്ക് രക്ഷിക്കുവാനായിട്ട്. പക്ഷെ അവരുടെ അവിശ്വാസം അവർ ആ വാക്തത്വത്തിൽ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് കർത്താവിനെ ക്രൂസിൽ വിട്ടുകൊടുത്തു. അവർ ശാപഗ്രസ്തരായിത്തീർന്നു. എന്നാൽ ക്രൂസ് മരണത്തിന് ശേഷം യഹൂദന്മാരായ കുറെ ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്രായേലിയർ കുറെ പേർ കർത്താവിനെ ആ കാലം 1-ാം നൂറ്റാണ്ടിൽ അക്സെപ്റ്റ് ചെയ്തു. അവർ ദൈവത്തിന്റെ കരുണപാത്രങ്ങളായി തീർന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് ഇവിടെ പൗലോസ് പറയുന്നു, എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് ഓസിയ പുസ്തകത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഓസിയ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യവും അതാണ്, എൻ്റെ ജനമല്ലാത്തവരെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്നും വിളിക്കും. അതിൻ്റെ 26-ാമത്തെ വാക്യം ഓസിയ 1:10. ഈ രണ്ട് വാക്യങ്ങളിലും ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. അവരെക്കുറിച്ച് ഓസിയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ ഒരു സ്ത്രീ വിവാഹം ചെയ്യാനായിട്ട് ദൈവം ഓർഡർ ഇടുന്നു. അങ്ങനെ ഒരു വേശ്യയായ സ്ത്രീയെ ഓസിയ വിവാഹം കഴിക്കുന്നു, അതിൽ മക്കളുണ്ടാകുന്നു. അങ്ങനെ ആ ഭാഗങ്ങളെക്കുറിച്ച് ജനമല്ലാത്ത അതൊരു ദൈവം ഒരു ചില വെളിപ്പാടുകൾ ഓസിയയിലൂടെ കൊടുക്കുകയാണ് ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ. അവിടെ ആ ഭാഗങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകേണ്ട, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ജനമല്ല, പക്ഷെ നിങ്ങൾ എൻ്റെ ജനമാകും. നിങ്ങളിപ്പോൾ എൻ്റെ ജനമല്ല, പക്ഷെ നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അത് ഓസിയയുടെ പുസ്തകത്തിലെ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ ചിന്തിച്ചാലും നമുക്ക് ജാതികളായ നമ്മൾ ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു, ദൈവത്തിൻ്റെ ഇടപ്പിൽ പെട്ടവരല്ലായിരുന്നു. നമ്മൾ ആ പഴയ നിയമ ഹിസ്റ്ററി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തത് അബ്രഹാമിൽ കൂടെ വരുന്ന ആ ഒരു പരമ്പരയാണ്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചു. കരുണയില്ലാത്ത നമ്മൾ, കരുണയ്ക്ക് അർഹരല്ലാത്ത നമ്മൾ കരുണാപാത്രങ്ങളായി ദൈവത്തിൻ്റെ, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ഇവിടെ ഒരു വാക്യം ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിക്കുക. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ആ ഭാഗം ഒന്നുകൂടെ അവിടെ ഒരു പാത്രങ്ങളെ കുറിച്ച് പറയും. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 20-21 വാക്യങ്ങളൊന്ന് വായിച്ചാണ്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. അപ്പൊ പൊന്ന് വെള്ളി മുതലായ സാധനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ള സാധനങ്ങളുണ്ട്. ചിലത് മാന്യകാര്യത്തിനും, ചിലത് മാന്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്നു, ചിലത് ഹീനമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ ഫ്ലവർ വേസിനെ കുറിച്ച് പറഞ്ഞു, വേസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന ഒരു മാനപാത്രമായി. ഈ പാത്രങ്ങളുടെ വിഷയം വന്നപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഭാഗം അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകം പാപം നിറഞ്ഞ, പാപത്തിന്റെ ശക്തിയുള്ള ഇടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നമ്മളെ വലിച്ചിഴച്ചു കൊണ്ട് പോകുന്ന വളരെ പാപം നിറഞ്ഞായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം വിട്ടകന്ന് നമ്മുടെ ദൈവത്തിന് യോഗ്യമായ, അവൻ്റെ വേലയ്ക്ക് യോഗ്യമായ, അവൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ ഒരു നല്ല പാത്രമായി തീരുവാൻ ഈ കാലഘട്ടത്തിൽ ഒരു അർഹതയുമില്ലാതൊരു ദൈവം നമ്മെ വിളിച്ച് ചേർത്ത കരുണാപാത്രങ്ങളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓസിയയുടെ പുസ്തകത്തിലെ 2 റെഫറൻസുകൾ പൗലോസ് കോട്ട് ചെയ്തത് ഇസ്രായേൽ മക്കളും അവരെ റീസ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അനേക യഹൂദന്മാർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും
അവർ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. കുറേ പേർ പിന്നെയും കോപപാത്രങ്ങളായി മരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇനി 27, 28, 29 വാക്യങ്ങളിൽ അവിടെ പറയുന്നത് ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുന്നു. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. 27-ാമത്തെ വാക്യം എന്ന് പറയും യെശയ്യാവ് 10-ാമധ്യായം 22 വാക്യങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അസീറിയൻ സാമ്രാജ്യം ഇസ്രായേലിനെതിരായിട്ട് വരുമ്പോൾ അവിടെ യെശയ്യാവ് മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ഞാൻ രക്ഷപ്പെടുത്തും ഇവരുടെ ആക്രമണത്തിൽ നിന്ന്. ദൈവം എപ്പോഴും ഒരു ശേഷിപ്പ് വെച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെ തുടർന്ന് ഇവിടെ 29-ാമത്തെ വാക്യങ്ങൾ, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമായിരുന്നു എന്ന് യെശയ്യാ മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. 29-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. സോദോം ഗോമോറയെ അവിടെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തും രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ അബ്രഹാം ഒരു കുറച്ച് പേര് ആ ഭാഗത്തു നിന്ന് അവരെ ദൈവം ശേഷിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 40 വർഷം അവർ മരുഭൂമിയിൽ അലയുകയും ദൈവം അവരെ കാലേബ്, യോശുവ 20 വയസ്സിൽ താഴെയുള്ള മനുഷ്യരൊഴിച്ച് ബാക്കിയെല്ലാം പട്ടുപോയി. അതെല്ലാം നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ അവിശ്വാസ നിമിത്തമാണ് അത് സംഭവിച്ചു പോയത്. എന്നാൽ കാലേബ്, യോശുവയും ദൈവത്തെ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് അവർ നീതീകരിക്കപ്പെട്ട് അക്കരയ്ക്ക് പോകുവാൻ ഇടയായി തീർന്നത്. ബാക്കി എല്ലാവരും പട്ടുപോയി. കാലേബ്, യോശുവ 20 വയസ്സ് താഴെയുള്ള ഒരു ശേഷിപ്പിനെ വെച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവ് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പിൽ ഭയപ്പെട്ട് വിറച്ചു നിൽക്കുമ്പോൾ അവിടെയും ഏലിയാവും പറയുന്നുണ്ട്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇപ്പൊ ദൈവം പറയുന്നുണ്ട്, നീ മാത്രമല്ല, ബാലിന് മുട്ട കുത്താത്ത 7000 പേരെ എനിക്കായി ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം എപ്പോഴും ഒരു ശേഷിപ്പ് വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാഗമായിട്ടാണ്. ഇത്രയും കോപത്തിന് ഇരയായിരുന്ന അവരെ ദീർഘക്ഷമയോടെ അവരെ ദൈവം സഹിച്ചു. അവർക്ക് വേണ്ടി ദൈവം ടൈം കൊടുത്തു. അത് റോമാലേഖനം 2-ാം അധ്യായത്തിൽ ഒരു പാപി സകല മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ യഹൂദനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ അല്ല, അത് വായിച്ചോട്ടെ, റോമർ 2:4. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദയയെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് അവർ രക്ഷപ്പെടാമെന്നാണ്. ദൈവത്തിന്റെ കരുണ അവർക്ക് ആവശ്യമില്ല എന്നാണ് പൗലോസ് ഇവിടെ സമർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ കരുണയ്ക്ക് അത് ആ കരുണയല്ല അവർ ഫോളോ ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തികളെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ നിന്റെ കാഠിന്യത്താലും നിന്റെ കാഠിന്യമുള്ള ഹൃദയത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരയിച്ചു വെക്കുന്നു. ഈ കാലഘട്ടത്തിലും ഈ വചനം ആപ്ലിക്കബിൾ ആണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാത്ത ഏതു മനുഷ്യനും ദൈവത്തിന്റെ കോപപാത്രമായി തീരും. അത് ഇവിടെ ഈ വിശുദ്ധ വചനം നമ്മളെ അതാണ് പ്രൂഫ് ചെയ്യുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. അതിനെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 തെസ്സലോനിക്കർ അതിൻ്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് അല്ലല്ല, 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 2 അല്ല 1-ാം അധ്യായം
യേശു കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർ ഒന്ന് ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ബുദ്ധിക്ക് വെളിപ്പെട്ടു. അവന് നിത്യശക്തിയും ദിവ്യത്വവുമായിട്ട് ദൈവം അവർക്ക് വെളിപ്പെട്ടിട്ടും ദൈവത്തെ അന്വേഷിച്ചു പോകാതിരുന്ന ഒരു കൂട്ടം ആൾക്കാർ. രണ്ട്, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ. നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം സകല മനുഷ്യനും ഈ രക്ഷ സൗജന്യമായി നൽകിയിട്ടും അതിനെ അനേക ദൈവദാസന്മാരുടെ സുവിശേഷം കേട്ടിട്ടും ഈ രക്ഷയെ തള്ളിക്കളഞ്ഞുന്ന ആൾക്കാർക്ക് പ്രതികാരം കൊടുക്കും ദൈവം തന്റെ കോപ ദിവസത്തിൽ മഹാക്രോധത്തിൽ പ്രതികാരം കൊടുക്കുന്നു എന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ദൈവം കരുണാമയനായിട്ടാണ് നിൽക്കുന്നത്. ആ കരുണയുടെ വാതിലടയ്ക്കുന്ന ഒരു സമയം വരുമ്പോൾ പിന്നീട് അവൻ പ്രതികാരദാഹിയായിട്ടാണ് വരുന്നത്. പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ തെസ്സലോനിക്ക സഭ 1-ാം നൂറ്റാണ്ടിൽ പീഡനത്തിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതി, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയൊരു ലേഖനമാണിത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് നീതിയല്ലോ. അടുത്ത വാക്യം, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. വിശ്വസിച്ച എല്ലാവരിലും താൻ ഒരു അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി വരുമ്പോൾ ഒരു വലിയ അതിശയ വിഷയം ഉണ്ടാകേണ്ടതിന് സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. സ്തോത്രം. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. വരുവാനുള്ള കോപദിവസത്തേക്ക് നമ്മളെ ചരിച്ചു ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദരിൽ മാത്രമല്ല ജാതികളിലും വിളിച്ച് തേജസ്സിനായി മുന്നിരിക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ബലം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങൾ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിലും അത് ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിലും ഈ കോപപാത്രങ്ങൾ ദൈവത്തിന് ശിക്ഷാവിധിക്ക് യോഗ്യരായ സുവിശേഷം അനുസരിക്കാത്ത കോപപാത്രങ്ങൾ അവരുടെ മാനസാന്തരത്തിനായിട്ട് ദൈവം വെയിറ്റ് ചെയ്യുന്നുവെന്ന് ഇവിടെ പറയുമ്പോൾ പത്രോസും അത് തന്നെയാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സകലരും മാനസാന്തരപ്പെടാൻ ദൈവം ഇച്ഛിച്ചിട്ട് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നത്രേ. എന്നിട്ട് ജനത്തെക്കുറിച്ചും ശേഷിപ്പിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ അധ്യായം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എൻ്റെ 30, 31 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിവിടെ പൗലോസ് ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ആകയാൽ നാം ഇനി എന്താ പറയേണ്ടത്? അപ്പോൾ പൗലോസിൻ്റെ ഓരോ ചോദ്യങ്ങളും കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഇനി എന്താ പറയാനുള്ളത്? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയെ അല്ല നമ്മൾ പിന്തുടർന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഒരു നീതീകരണമുണ്ട്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചോളം അവിടെ പറയുന്നു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല എന്ന് പറഞ്ഞാൽ യഹൂദന് കൊടുത്ത ന്യായപ്രമാണം, അവനെ നീതിമാനാക്കാൻ കൊടുത്ത ന്യായപ്രമാണം അത് പിന്തുടർന്നു. പക്ഷെ അവൻ ആ പ്രമാണം അനുസരിക്കുവാൻ പറ്റിയില്ല. അവന് ദൈവത്തിൻ്റെ നീതി അവന് ആവശ്യമില്ലായിരുന്നു. സ്തോത്രം. നമ്മൾ മത്തായിയുടെ സുവിശേഷം ഞാൻ ഈ 1-2 ഭാഗം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25 തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഒരു കല്യാണ സദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പോൾ വിളിക്കപ്പെട്ടവര് ഒത്തിരി പേരെ ദൈവം വിളിച്ചു, പക്ഷെ അവരെല്ലാം തിരിച്ചു. അത് യഹൂദനോടും ജാതികളോടുള്ള ബന്ധത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. യഹൂദന്മാരെ നോക്കിയിട്ട് പറയുന്നതാണ്, ഒരുപാട് പേരെ വിളിച്ചു, സ്വീകരിച്ചില്ല. പുറമേയുള്ള ഭിക്ഷക്കാരെയും ബലഹീനയും മുടന്തരെയൊക്കെ കൊണ്ടുവന്ന് സദ്യ കൊടുക്കുന്നു. അത് ജാതികളായ വിളി അവരെ
അവരുടെ മേലെ വിളി വന്നു. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അതിൽ ഒരാൾ കല്യാണ വസ്ത്രം ധരിച്ചില്ല. അവനെ പുറത്തു തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴും പല ആൾക്കാരും ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പക്ഷേ കർത്താവിൻ്റെ നീതി വസ്ത്രം ധരിച്ചില്ല എങ്കിൽ നമുക്ക് ആ രക്ഷയിലെത്തുവാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ പലരും പറയും ഞങ്ങളുമൊക്കെ ഞാൻ രക്ഷയുടെ അനുഭവമാണ്, അത് ഞങ്ങൾക്കറിയാമല്ലോ, കർത്താവ് മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതൊക്കെ അറിയാം. പക്ഷെ ഇന്നു വരെ അത് ഏറ്റുപറയാനോ സ്നാനപ്പെടാനോ അവർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അവരും പറഞ്ഞ് ഞങ്ങളും വിളിച്ചവരാണ്. ആ നീതിയുടെ വസ്ത്രം ധരിക്കാത്ത ഏവനെയും അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത്, എനിക്ക് ഈ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ വസ്ത്രം മതി, എൻ്റെ നല്ലൊരു വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ ഈ വസ്ത്രമൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ ഈ കല്യാണ വസ്ത്രമൊന്നും എനിക്ക് ആവശ്യമില്ല. അതാണ് ആ മനുഷ്യൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇവൻ അറിയാൻ മേലായിട്ടൊന്നുമല്ല, അവിടെ വസ്ത്രം കൊടുക്കുന്ന എല്ലാം കണ്ടതാ, എല്ലാം കണ്ടു. ഓരോരുത്തർ വസ്ത്രം ധരിച്ചു പോകുന്നവൻ കണ്ടു. അപ്പൊ ഇവൻ വസ്ത്രം ധരിച്ചില്ല. ഇവൻ പറയുന്നത്, ഞാൻ നിങ്ങൾ ഇട്ടിരിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലിന്റെ സ്വയനീതിയെ അവിടെ കാണിക്കുകയാണ്, സ്വന്തം നീതി. ഇന്ന് മനുഷ്യൻ സ്വന്തം നീതി കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക. പ്രിയമുള്ളവരെ, വിശ്വസിക്കുകയും സഹനമേൽക്കുകയും രക്ഷ പ്രാപിക്കുകയും ദൈവത്തിന് വചനം പറയുമ്പോൾ ആ രക്ഷയുടെ നീതീകരണം, ആ നീതി വസ്ത്രം നമ്മൾ ധരിച്ചേ മതിയാകത്തു. ഇല്ലെങ്കിൽ അവൻ്റെ കോപാത്രമായി തീരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു വ്യക്തമായിട്ട്. അതാണ് കർത്താവ് നേരത്തെ നമുക്ക് മുന്നറിയിപ്പ് തന്നത്. നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം, അതിനെ നീതിയുടെ കല്യാണ വസ്ത്രം എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലാണ് പറയുന്നത്. നീതിയുടെ വസ്ത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നു. നീതിയുടെ വസ്ത്രം ധരിക്കാത്തവർ എന്നേക്കുമായി തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളെല്ലാം വിളിക്കപ്പെട്ടവരാണ്. ഇന്നും അങ്ങനെ അനേകർ പറയും, ഞങ്ങളെല്ലാം വിളിക്കപ്പെട്ടവരാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ രക്ഷയെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. രക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടും, ഇതെല്ലാം അറിഞ്ഞിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാത്ത ഒരു കൂട്ടം. ഇതാണ് യഹൂദന് സംഭവിച്ചത്. മശിഹായെ അവർക്ക് കൊടുത്തു, ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. അബ്രഹാമിൽ കൂടെ സകല ജാതി അനുഗ്രഹിക്കപ്പെടുന്നുള്ള സുവിശേഷം മുമ്പ് കൂട്ടി അറിയിക്കുകയും ആ സന്തതി എന്ന ഏകനായ ക്രിസ്തുവിനെ, മശിഹായെ ഇസ്രായേലിന് യഹൂദന് കൊടുത്തിട്ടും ആ മശിഹായെ അവർ തള്ളിക്കളയുവാനിടയായി തീർന്നു. അവരുടെ സ്വന്തം നീതി, അവരെ പതാരം കൊടുത്തും 4 ടൈപ്പ് ദാനങ്ങൾ കൊടുത്തും ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചും ദിവസം 3 നേരം പ്രാർത്ഥിച്ചും അങ്ങനെ അവർ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. കർത്താവ് അവർക്കൊരു ഇടച്ചക്കല്ലായി മാറി എന്നാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ സിയോനിൽ ഇടച്ചക്കല്ലും തടങ്കൽപ്പാറയും വെക്കുന്നു, അവൻ വിശ്വസി ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. യേശു ക്രിസ്തു എന്ന തടങ്കൽപ്പാറയിൽ തട്ടി യഹൂദൻ ഇടറി വീഴുവാനിടയായിത്തീർന്നു. നമ്മൾ കോപപാത്രങ്ങളായ നമ്മൾ, ഒരിക്കലും കരുണയ്ക്ക് അർഹതയില്ലാത്ത നമ്മൾ, അവൻ്റെ കരുണാപാത്രമായി ദൈവം നമ്മെ മാറ്റി. നമ്മൾ നരകത്തിൽ പോകേണ്ടിടത്തുനിന്ന് ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. നമ്മ കരുണ ഒരിക്കലും പിടിച്ചു മേടിക്കുവാൻ നമ്മൾ അർഹരല്ല. ദൈവം നമ്മോട് കരുണ തോന്നി, നമ്മൾ ദൈവത്തിനെ അന്വേഷിച്ചു വന്നു. നമ്മൾ പാരമ്പര്യമായി നമുക്കിത് കിട്ടുന്നതല്ല. നമ്മുടെ ഭവനത്തിൽ പാരമ്പര്യമായിട്ടുള്ളതുകൊണ്ട് നമ്മൾ പാരമ്പര്യമായി വന്നതല്ല. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് ആ രക്ഷയിലേക്ക് വന്നവരാണ് എന്ന് നമുക്ക് ആ ഒരു ബോധ്യത്തിലാണ് ഇന്ന് രാത്രി നമ്മൾ ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഞാനിവിടെ ഈ അധ്യായം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ യഹൂദനത്തോളം അവിടെ പറയുന്നു, അവൻ നീതിയെ പിന്തുടർന്നു, പക്ഷെ അവർ നീതി പ്രാപിച്ചില്ല. പ്രവൃത്തികൾ അന്വേഷിച്ചുകൊണ്ട് ഒരു ഇടച്ചക്കലിൽ തട്ടി ഇടറി വീണു. അവർക്കൊരു ചിന്തയുണ്ടാകും, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു ചിന്ത അവരെ ഭരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വയനീതീകരണത്തിലൂടെ രക്ഷപ്പെടാനായി പ്രവൃത്തികളിൽ അവർ ആശ്രയിച്ചു. അവർ വലിയ ഒരു അബദ്ധം അവർ കാണിച്ചു. അവർ വിചാരിച്ചു സ്വാഭാവികമായി അവരുടെ ജനനം കൊണ്ട് അവർ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അവർ അവകാശപ്പെട്ടു. ദൈവജനമെന്ന സ്ഥാനം അവർക്ക് നഷ്ടമായി. എന്തുകൊണ്ടെന്നാൽ അവർ മശിഹായിൽ വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണത്താലാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മുടെ നീതിയും നമ്മുടെ രക്ഷയെല്ലാം വിശ്വാസത്തിൽ കൂടെ നമ്മൾ നേടിയെടുത്തതാണ്. അതൊരിക്കലും
നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല എന്ന് ഈ വാക്യത്തിൽ കൂടെ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് രാത്രി അതുകൊണ്ട് നമുക്ക് മുമ്പിൽ വലിയൊരു ദൗത്യം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഈ ദേശത്തും നമ്മുടെ അയലത്തും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും അനേക കോപപാത്രങ്ങൾ നിത്യമായ ശിക്ഷാവിധിക്ക് വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹത്തെ കാണും. നമ്മുടെ ദേശത്തായിരിക്കാം, നമ്മുടെ ചുറ്റുവട്ടത്തായിരിക്കാം, അയലത്തായിരിക്കാം, നാം വസിക്കുന്ന സകല ഇടങ്ങളിലും ഈ കോപപാത്രങ്ങൾ ദിനം പ്രതി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ കരുണാപാത്രങ്ങളാക്കി മാറ്റുന്ന ഒരു വലിയ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇവരെ കൊണ്ടുപോയി കർത്താവിൻ്റെ കരുണയുടെ പാത്രങ്ങളാക്കി മാറ്റുന്ന ഒരു വലിയ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.